വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോകാനുണ്ട്. ക്ഷേത്രത്തിലൊക്കെ പോയതിന് ശേഷം ഒരു കുറച്ച് പ്ലാനിൻ്റെ പർച്ചേസും കൂടിയുണ്ട്. അതായത് ഒത്തിരി പ്ലാൻസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷേ അത്രയും തന്നെ പ്ലാൻസ് ഒന്നും ഇപ്പോഴില്ല. അപ്പോൾ കുറച്ചുകൂടി പ്ലാൻസ് ഒക്കെ മേടിച്ച് ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട് ഗാർഡനൊക്കെ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം കൂടിയാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ സമയം 8:30 ഇച്ചിരി ലേറ്റായി പോയി. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടായിരുന്നാ? ഈ ചാക്ക് എന്തിനാണെന്നല്ലേ, ഡിക്കിക്കകത്ത് ഈ ചെടികളെല്ലാം വെക്കുമ്പോഴേക്കും അതിൻ്റെ ചെളിയൊക്കെ ആവില്ലേ, അപ്പോൾ അതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാക്ക് മേടിച്ചത്. അപ്പോൾ ശാന്തിഗിരിയിൽ ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലവർ ഷോ ആയത് കാരണം തന്നെ എൻ്റെ ഫ്രണ്ടിൽ എൻട്രൻസിൽ കുറേ പ്ലാന്റ്സൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അവിടെ തന്നെയാണ് ക്ഷേത്രവും കേട്ടോ. ശാന്തിഗിരി ആശ്രമം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും കൂടിയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ സമയം നല്ല വൈകിയിരുന്നത് 8:45 9 മണിയൊക്കെ ആവാറായി. അപ്പോൾ ക്ഷേത്രത്തിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തീർത്ഥമൊക്കെ മേടിച്ച് ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ ഉള്ളവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടെ ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നേ. എപ്പം ഈ ക്ഷേത്രത്തിൽ പോയാലും ശിഖയ്ക്ക് ഊഞ്ഞാലാടണം. അപ്പോൾ ഇന്നും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ നല്ല വിശപ്പായപ്പോൾ പറഞ്ഞ് കഴിക്കാൻ പോകാൻ. അപ്പോൾ നല്ല ഫുഡായിരുന്നേ. നെയ്റോസ്റ്റായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ. അപ്പോൾ നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടെ സ്നാക്സ് ഉണ്ടായിരുന്നു. സ്നാക്സ് ശിഖയ്ക്ക് കുറച്ച് സ്നാക്സ് മേടിച്ച് വെച്ചാൽ നല്ല വൈകില്ലേ അവിടെ എത്തുമ്പോൾ. നമ്മൾ പോത്തങ്കോട് എത്തിയിട്ടുണ്ട്. ബാലരാമപുരത്താണ് കേട്ടോ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ നമ്മളിതാ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള റോഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 റോഡുണ്ട്. അതിൻ്റെ 2ാമത്തെ റോഡിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. 2ാമത്തെ റോഡിൽ നിന്ന് റൈറ്റിലേക്ക്. ഞങ്ങളിതാ കുഴിപ്പള്ളം എൻട്രൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ് ആണ് ഇത്. താഴേക്ക് പോകുമ്പോൾ 2 സൈഡിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ഭംഗിയായിട്ടാണ് അവർ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് സെയിലിന് വേണ്ടിയിട്ടുള്ള ഗ്രാസാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ അന്ന് ഗ്രാസ് എടുത്തത്. ഒരു 2 വർഷത്തിന് മുന്നേയൊക്കെയാണ് ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തത് കേട്ടോ. ഇതവരുടെ റോസ് ഗാർഡനാണ്. ഒത്തിരി റോസുണ്ട്. ഇതിപ്പോൾ ഓരോ സെക്ഷനായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് പ്ലാന്റ്സൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സിൻ്റെ ഒന്നും പേരറിയത്തില്ല, പക്ഷേ അവരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. റേറ്റും എല്ലാ ഗാർഡനെ അപേക്ഷിച്ച് റേറ്റും കുറവായിരുന്നു. എല്ലാ പ്ലാന്റ്സിനും റേറ്റ് കുറവാണ്. കാരണം ഇവിടെ ഹോൾസെയിൽ സെയിൽ കൂടി നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനെല്ലാം താരതമ്യേന വില കുറവായിരുന്നു. ഞങ്ങളവിടെ ഞാനും ശിഖ എല്ലാ സ്ഥലവും ഒന്ന് കയറി എല്ലാ സ്ഥലവും കണ്ട് കേട്ടോ. കണ്ട് അവിടെ നമുക്ക് നടക്കാൻ തന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. വളരെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലേക്ക് കയറുമ്പോൾ നല്ല കൂളാണ് കേട്ടോ ആ സെക്ഷൻ. ബാക്കി പുറത്തൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടുന്ന് എടുത്ത എല്ലാ പ്ലാന്റ്സും തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ പ്ലാന്റ്സും ഒന്നും എടുത്ത് തീർന്നിട്ടുമില്ലായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ ബോൺസായി ആണ്. ഏകദേശം 4 ലക്ഷം രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. 4-2 അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബോൺസായി ട്രീസ് ഉണ്ടായിരുന്നു. അതുപോലെ ബോൺസായി മ്യൂസിയം കൂടി അവർക്കുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടാണ് അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ കയറാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. ഇത് അവരുടെ പോട്ട്സിൻ്റെ സെക്ഷനാണ്, അതായത് സെറാമിക് പോട്ട്സിൻ്റെ. ഇവിടെ തന്നെ അവർ കുറേ പെയിൻറ്റിങ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം സെയിലിനുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ബാമ്പു എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കുറച്ച് സെറാമിക് പോട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സെറാമിക് പോട്ട്സ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരു ഗ്ലാസ് പോട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ, അത് വാട്ടർ ബാമ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായി. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ തന്നെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ അത് വരുന്ന വഴിക്കാണ് ആ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വീടെത്തി. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.